ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. നമ്മളിതിൽ ഫ്രഞ്ച് നോട്ടും അതുപോലെ തന്നെ ലേസി ഡേസി സ്റ്റിച്ചും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വേറൊരു സ്റ്റിച്ചുകളൊന്നുമില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഈ 2 കളേഴ്സാണ് ത്രെഡ് വേണ്ടത്. അപ്പോൾ ഇതൊരു രംഗോലി ബ്രാൻഡാണ് ഈ ത്രെഡ്. അപ്പോൾ ഇത് ആങ്കർ ത്രെഡ് ഇതും ഒക്കെ സെയിം തന്നെയാണ്, ബ്രാൻഡ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ട്യൂബ് ബീഡ്സ് ആണ്. പിന്നെ നമുക്ക് തുന്നാനായിട്ട് ഇതുപോലത്തെ എംബ്രോയ്ഡറി നീഡിൽ വേണം. പിന്നെ ബീഡ്സ് തുന്നി കൊടുക്കാനായിട്ട് നോർമൽ സൂചിയും നൂലും വേണം. ഇതപ്പോൾ ആ ബീഡ്സ് തുന്നാൻ പറ്റിയിട്ടുള്ള ചെറിയ ടൈപ്പ് സൂചിയാണ്. ഇനി നമുക്ക് ഈ മെറ്റീരിയൽ എങ്ങനെയാണ് ഡിസൈന് വരച്ചു കൊടുത്തിട്ടുള്ളതെന്നൊന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ നെക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ ലൈന് വരച്ചു കൊടുത്തത് എല്ലാം 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ്. ആദ്യം നടുക്കൊരു ലൈന് വരച്ചിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഓരോ സെൻറ്റിമീറ്റർ നീളം എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ എടുക്കുന്നുണ്ടായത്. അതിൻ്റെ ഗ്യാപ്പ് 2 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ക്രോസ് ആയിട്ടൊരു ലൈന് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നതും 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ വെച്ചിട്ട് വരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ വരച്ച് കാണിക്കുന്നത്. ഇതിലിപ്പോൾ ആ ഡോട്ട് കൊടുത്ത സ്ഥലത്ത്, അതായത് അതിൻ്റെ സെൻറ്ററായിട്ട്, ആ ലൈനിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഞാൻ ഡോട്ട് കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രഞ്ച് നോട്ട് എല്ലാവർക്കും അറിയുണ്ടാവും. ഞാൻ ഇതിൻ്റെ മുൻപ് 2-3 വീഡിയോസ് ചെയ്തതാണ് ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 6 strands ആണ് നൂലെടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ലൈന് മൊത്തമായിട്ട് ഒരു കളർ വെച്ചിട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ ലൈന് മറ്റേ കളർ വെച്ചിട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഫ്രഞ്ച് നോട്ട് നമുക്ക് തുന്നിയെടുക്കാം. നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത്, അതായത് നോട്ടിൻ്റെ സൈസ് വേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് ആ ചുറ്റി കൊടുക്കുന്നതിൻ്റെ എണ്ണവും കൂട്ടാം. ഞാനിപ്പോൾ ഒരു 2 ചുറ്റിലാണ് ചുറ്റുന്നത്. ഈ കൈ വെച്ചിട്ട് ഈ നൂലിങ്ങനെ പിടിച്ചിട്ട് ഈ സൂചിയിൽ ഇങ്ങനെ 2 തവണ ചുറ്റിയിട്ട് അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിവശത്തുനിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളവിടെ നോട്ട് വീണോളും. ഇത് ചെയ്യാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഒരു 3-4 തവണ ഇങ്ങനെ ട്രൈ ചെയ്താൽ തന്നെ ശരിയാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് എല്ലാ നോട്ട്സും ഇതേപോലെ ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ പോയിൻറ്റ്സിലൊക്കെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ആ നോട്ടിൻ്റെ മേലെയായിട്ട് നമ്മൾ ഒരു ലേസി ഡേസി സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എടുത്ത നൂല് ഞാൻ ബ്ലൂ കളറാണ്. ഇനി അതിൻ്റെ മേലെ ഇതേപോലത്തെ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കളറ്, ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ കുത്തിയെടുത്തിട്ട്, ഇതും 6 strands തന്നെയാണ്.
ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുത്തിയിട്ട് നമുക്കതിൻ്റെ മേൽഭാഗത്തൂടെ വലിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ആ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്തായിട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ അതൊരു ലോക്കായിട്ട് അവിടെ വീണോളും. ഇപ്പോൾ നടുക്കത്തെ ഒരു സ്റ്റിച്ച് ചെയ്തു. ഇനി അതിൻ്റെ 2 സൈഡുമായിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നടുക്കത്തതിൻ്റെ അത്രയ്ക്ക് സൈസ് വേണ്ട, കുറച്ച് ചെറുതായിട്ട് സൈസ് കുറച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് നമുക്ക് കൊടുക്കാം. ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡിസൈൻ്റെ ലുക്ക്. അപ്പോൾ ആദ്യത്തെ ലൈനിൽ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചിനും ഫ്രഞ്ച് നോട്ടിനും കൊടുത്തതിൻ്റെ കളറ് രണ്ടാമത്തെ ലൈനിൽ വരുമ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. അതായത് നോട്ടിൻ്റെ കളറ് സ്റ്റിച്ചിനും അതുപോലെ തന്നെ ആ ഒരു ലേസി ഡേസിയുടെ കളറ് നമ്മൾ നോട്ടിനും കൊടുത്ത് മാറ്റി മാറ്റി ഓരോ ലൈനായിട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ നടുക്ക് ട്യൂബ് ബീഡ്സ് തുന്നി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് പോകും. അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. അപ്പോൾ ഇത് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസൈനാണ്. ഇതിൽ നമുക്ക് ഈ 2 കളേഴ്സും ഷോളും പാൻസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്